ഇപ്പോൾ ഇറാനുമായുള്ള സമാധാന കരാറിൽ ഒപ്പിട്ടതിന് പിന്നാലെ പുതിയൊരു ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ കരാർ പാലിച്ചില്ലെങ്കിൽ ഇറാനുമേൽ ബോംബിടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എനിക്ക് അവരെ വേണ്ട, കരാറിനെ അവർ ബഹുമാനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ ചേർന്ന് ഒപ്പുവെച്ചതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണിയും പുറത്തു വന്നിരിക്കുന്നത്. കരാറിന്റെ വിശദാംശങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇതുപ്രകാരം അന്തിമ ധാരണയിലെത്താൻ ഇരു കൂട്ടർക്കും 60 ദിവസങ്ങൾ ലഭിക്കും. കരാർ ഒപ്പുവെച്ചതിന് ശേഷം G7 വേദിയിൽ വെച്ചാണ് ട്രംപ് വാർത്താ സമ്മേളനം നടത്തിയത്. കരാറിന്റെ നിബന്ധനകൾ പാലിക്കാൻ ഇറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ സൈനിക നടപടികൾ അമേരിക്ക വീണ്ടും ആരംഭിക്കാൻ മടിക്കില്ല. കരാർ ലംഘിച്ചാൽ ഇറാനുമേൽ ശക്തമായി ബോംബിടും. ഇറാൻ ജനത മിടുക്കരാണെന്നും അടുത്ത 60 ദിവസത്തെ ചർച്ചകളിലൂടെ ശാശ്വതമായ പരിഹാരത്തിനും സമാധാനത്തിനും ഒരു വഴി തെളിയുമെന്നും കൂടെ ട്രംപ് പറയുന്നുണ്ട്. കരാർ ഒപ്പിടുന്നതിന് മുൻപും ട്രംപ് സമാനമായ ഭീഷണി മുഴക്കി. കരാർ പാലിച്ചില്ലെങ്കിൽ ഇറാനെ വെടിവെച്ച് തിരികെ വരും. കരാറിൽ പ്രതികൂല സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെ തലയിൽ ഞങ്ങൾ ബോംബുകൾ വർഷിക്കും. കാരണം കഴിഞ്ഞ 47 വർഷമായി അവർ മോശമായി പെരുമാറുകയാണെന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിശബ്ദതയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. നെതന്യാഹുവിനെയും ഇസ്രായേലിലെയും വാഷിംഗ്ടണിലെയും സഖ്യകക്ഷികൾ ഈ കരാറിനെ തന്ത്രപരവും രാഷ്ട്രീയവുമായ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതുവരെ ഔദ്യോഗികമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇറാനെതിരെ പൂർണ്ണ വിജയം നേടുമെന്ന് ജനങ്ങൾക്ക് ആവർത്തിച്ച് ഉറപ്പ് നൽകിയിരുന്ന ആളാണ് നെതന്യാഹു. ഇപ്പോൾ മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന ഇസ്രായേൽ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ കരാർ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നെതന്യാഹുവിന് നൽകുന്നത്. യുദ്ധം ഇനിയും തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടതായും ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നെതന്യാഹു നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഇസ്രായേൽ മാധ്യമങ്ങളും രാഷ്ട്രീയ അനുയായികളും ട്രംപ് ഭരണകൂടത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. അമേരിക്ക ഇറാൻ കരാറിലെ ലെബനോൺ സംബന്ധിച്ച വ്യവസ്ഥകളിലാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. ഈ കരാർ പ്രകാരം ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിലും വെടിനിർത്തൽ ബാധകമാകും. കൂടാതെ അന്തിമ സമാധാനത്തിന്റെ ഭാഗമായി ഇസ്രായേൽ തെക്കൻ ലെബനോണിൽ നിന്ന് അവരുടെ സൈന്യത്തെ പിൻവലിക്കേണ്ടിയും വരും. എന്നാൽ ഈ വ്യവസ്ഥകൾക്ക് തങ്ങൾ ബാധ്യസ്ഥരല്ല എന്നാണ് നെതന്യാഹുവിന്റെ ഉപദേശകർ പറയുന്നത്. ഹിസ്ബുള്ളയെ പൂർണ്ണമായി നിരായുധരാക്കിയാൽ മാത്രമേ സൈന്യത്തെ അവിടെ നിന്നും പിൻവലിക്കൂ എന്ന് ഇസ്രായേൽ വാശി പിടിക്കുകയാണ് ഇപ്പോൾ. ലെബനോൺ വിഷയത്തിൽ ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നതായി ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം നയതന്ത്ര ചർച്ചകളെ തകിടം മറിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ നെതന്യാഹുവിന് ഒരു വിവേകമില്ല എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ലെബനോണിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു.